ഹായ്, എഗ്ലെസ് ബ്രൗണീസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ബ്രൗണീസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് കേക്കിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം ബ്രൗണീസാണ്. നല്ലൊരു ടെക്സ്ചർ അല്ലേ ഇതിന്. അതുപോലെ 3 ടൈപ്പ് ബ്രൗണീസ് ഉണ്ട് നമുക്കറിയാം. ച്യൂയി ആയിട്ടുള്ളതും ഫഡ്ജി ആയിട്ടുള്ളതും കുറച്ച് കേക്കി ആയിട്ടുള്ളതും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രൗണി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ 3 ടെക്സ്ചറും വരുന്നൊരു ടൈപ്പ് ബ്രൗണിയാണ്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സോൾട്ടഡ് ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാൻ സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവ് ചെയ്താലും മതി. ഇതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് കൂളാവട്ടെ, അതുവരെ മാറ്റി വെക്കാം നമുക്ക്. പിന്നെ ഞാനൊരു കേക്ക് ടിന്നൊന്ന് ബട്ടറും ബട്ടർ പേപ്പറും ഒക്കെ തടവി സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് പാല് വേണം. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കണം, കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ ഞാനൊരു 1/4 കപ്പ് മൈദ അരിച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ വേണം കേട്ടോ. ഇനി ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്ക്. ഇതിപ്പം സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവില്ല. അതുകൊണ്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതിനെ നന്നായിട്ടൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് ഓവനിലല്ല ചെയ്യുന്നത്, കുക്കറിൽ തന്നെയാണ്. കുക്കറിൻ്റെ വിസിലും ഗ്യാസ്കറ്റും മാറ്റണം കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് കുറച്ച് ഹേസൽനട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനൊരു 10 മിനിറ്റ് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഈ ടിന്ന് വെച്ചിട്ട് നമുക്കൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. കറക്റ്റ് 35 മിനിറ്റ് കൊണ്ട് എനിക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്രൗണീസ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കൂളായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിന്. എന്നിട്ട് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിൻ്റെ സൈഡ് പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇതിനൊരു സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ഈ കട്ട് ചെയ്ത പീസസ് കൊണ്ട് നമുക്കൊരു ബ്രൗണി മൂസ് ജാറ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ പീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഈക്വൽ സൈസായിട്ട് ഒരു 9 പീസായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ ബ്രൗണീസ് ഉണ്ടാക്കിയ പാടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കുറച്ച് അത് വെച്ചിരുന്നിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴിക്കുക. അപ്പോഴേക്കും അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി ടെക്സ്ചറൊക്കെ നല്ലൊരു ഫഡ്ജി ടെക്സ്ചറായിട്ട് വരും. അപ്പോഴാണ് ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ കുറച്ച് ബാക്കി വന്നില്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പോർഷൻസ് ഞാൻ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അത് വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ചെയ്യാം. അതിനു മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഈ ബ്രൗണീസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് കൂടി കൂട്ടി ഈ ബ്രൗണീസ് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി വന്ന ബ്രൗണീസ് ഞാൻ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഒരു ജാർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പൊടിച്ച ബ്രൗണീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും അതുപോലെ ന്യൂട്ടല്ലയും കൊക്കോ പൗഡറും ഇട്ടിട്ട് ഒരു മൂസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിനി നമുക്ക് ലെയർ ആക്കിയിട്ടൊന്ന് ചെയ്തെടുക്കാം. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് നമുക്കിതിൻ്റെ മേലയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം, പൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ബ്രൗണീസ് ഇട്ട് കൊടുക്കുക, അതുപോലെ മൂസ് വെക്കുക, പിന്നെയും ഗനാഷ് ഒഴിക്കുക. സെയിം പ്രൊസീജിയേഴ്സ് തന്നെ. അങ്ങനെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ്ലെസ് ബ്രൗണീസ് വെച്ച് ചെയ്ത മൂസ് ജാർസും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമായാലും ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് വിമീഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. സൂപ്പറാ? യമ്മിയാ?